മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, മനുഷ്യർ തിരക്കിലായിരിക്കുമ്പോൾ കൂടുതൽ സന്തുഷ്ടരായിരിക്കും. കാരണം തിരക്ക് ജീവിതത്തിലെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്ന് അവരെ തടയുന്നു. ചില മനുഷ്യർ ജീവിതത്തിൽ പരാജയപ്പെടുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ അനാവശ്യമായ പ്രാധാന്യം നൽകുമ്പോഴാണ്. വിപരീത ഗുണങ്ങൾ ലോകത്തിൻ്റെ സ്വഭാവമാണ്. മധുരമോ കയ്പോ, നന്മയോ തിന്മയോ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ എന്താണോ തേടിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങളെയും തേടുന്നുണ്ട്. ഒരു ദിനം അത് നിങ്ങൾക്ക് ലഭ്യമാകുക തന്നെ ചെയ്യും. സ്വന്തം മനസ്സിൻ്റെ മനോഭാവം അനുസരിച്ചായിരിക്കും കാണുന്ന കാഴ്ചകളുടെ ഭംഗി. നിങ്ങളുടെ ലോകം സ്വയം കണ്ടെത്തുക എന്നുള്ളത് നിങ്ങളുടെ കർമ്മമാണ്. ഭക്തരെ, ഒരാളുടെ സാഹചര്യം ദൂരെ നിന്ന് നോക്കിക്കൊണ്ട് അയാളെ കുറ്റം പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അടുത്തു നിന്ന് നോക്കുമ്പോഴേ എത്രയേറെ പ്രശ്നങ്ങളിലൂടെയാണ് അയാൾ കടന്നു പോകുന്നതെന്ന് മനസ്സിലാകുകയുള്ളൂ. കഷ്ടനഷ്ടങ്ങൾ, രോഗപീഡകൾ എന്നിവ പോലുള്ള ദുരിതകാലങ്ങളിൽ കൂടെ നിൽക്കുന്നവർ ആരാണോ അവരാണ് നിങ്ങളുടെ യഥാർത്ഥ ബന്ധുക്കൾ. നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്കുക, എന്നാൽ നിങ്ങളുടെ ബുദ്ധി പറയുന്നത് പോലെ മാത്രം പ്രവർത്തിക്കുക. മനുഷ്യൻ വിധിയെ കുറ്റം പറയുന്നു, എന്നാൽ അവൻ്റെ ജീവിതം തെറ്റുകളുടെയും ബലഹീനതകളുടെയും അഭിനിവേശത്തിൻ്റെയും പ്രതിധ്വനി മാത്രമാണ്. നിങ്ങളുടെ കണ്ണ് നനച്ച ഓർമ്മകളെ മറക്കരുത്. വീണ്ടും അതോർത്ത് കരയാനല്ല, ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ഒരിക്കൽ കൂടി തോൽക്കാതിരിക്കുവാൻ മാത്രം. ഭക്തരെ, ദുഃഖവും സന്തോഷവും ജീവിതത്തിൽ മാറി മാറി വരുന്നതാണ്. പലപ്പോഴും നിങ്ങൾക്ക് ദുഃഖങ്ങൾ തരുന്നത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാകും. അതിനാൽ നിങ്ങൾക്ക് ദുഃഖങ്ങൾ നൽകിയവരോട് ക്ഷമിക്കുക. ദുഃഖത്തിൻ്റെ കാരണങ്ങൾ മറക്കുക, എന്നാൽ ദുഃഖത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ മറക്കാതിരിക്കുക. ജീവിതത്തിന് എപ്പോഴും ഒരു ലക്ഷ്യമുണ്ടാക്കിയെടുക്കുക. ആ ലക്ഷ്യത്തിലേക്കെത്താൻ കഠിനമായി പ്രയത്നിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ. ഓം നമഃ ശിവായ.